ഒരു കഥ കൂടി പറയാം. നീതി നിഷേധങ്ങളുടെ കത്രികപ്പാടുമേന്തിയുള്ള ജീവിതം, മനസ്സിനും ശരീരത്തിനുമേറ്റ മുറിവുമായി ജീവിക്കുന്ന കെ ഹർഷിന പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ ഡോക്ടർമാരുടെ അശ്രദ്ധ മൂലം 5 വർഷത്തോളമായി ദുരിതം അനുഭവിക്കുകയാണ്. വേദന കൊണ്ട് ജീവിതം മടുത്ത് മരണമാഗ്രഹിച്ച ദിനങ്ങൾ താണ്ടിയാണ് ഹർഷിന ഇപ്പോൾ എത്തി നിൽക്കുന്നത്. മുതൽ ഹർഷിന അനുഭവിക്കുന്ന വേദനയ്ക്ക് ഇന്നും പരിഹാരമില്ല. മൂന്നാമത് പ്രസവ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ ഹർഷിനയുടെ വയറ്റിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള കത്രിക കുടുങ്ങി. 25 വയസ്സുകാരി 30 വയസ്സുവരെ വേദന കടിച്ചമർത്തി ജീവിച്ചു. 2022 CT സ്കാനിലാണ് വയറ്റിൽ എന്തോ കുടുങ്ങിക്കിടക്കുന്നത് കണ്ടെത്തിയത്. ഒടുവിൽ കത്രിക പുറത്തെടുത്തു. പിന്നീടുള്ള തർക്കം എവിടെ നിന്നുള്ള കത്രിക എന്നതിലായി. ഒടുവിലെ ശസ്ത്രക്രിയ നടത്തിയ മെഡിക്കൽ കോളേജിൽ നിന്നാണ് പിഴവ് സംഭവിച്ചതെന്ന് പലതവണ ഹർഷിന പറഞ്ഞെങ്കിലും ആരോഗ്യവകുപ്പ് നിഷേധിച്ചു. രജിസ്റ്ററുകൾ നിരത്തി തെറ്റിനെ മൂടിവെച്ചു. ഹർഷിന തെരുവിലിറങ്ങി നീതിക്കായി മുറവിളി കൂട്ടി. സമരം കടുത്തതോടെ മെഡിക്കൽ കോളേജ് ACP നടത്തിയ അന്വേഷണത്തിൽ ഡോക്ടർമാരുടെ ഭാഗത്തെ പിഴവ് വ്യക്തമായി. അത് MRI റിപ്പോർട്ടാണ് ഇതിനകത്ത് നിർണായകമായത്. കാരണം ഇതിനകത്ത് നമ്മളെ ഈ മെഡിക്കൽ ബോർഡ് നമ്മൾ റിപ്പോർട്ട് കൊടുത്തപ്പോഴും അതിനകത്ത് അവർ പറഞ്ഞത് നെഗ്ലിജൻസ്, ഡോക്ടർമാരുടെ ഭാഗത്ത് നെഗ്ലിജൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് എവിടെ നിന്നാണ് കണ്ടെത്താൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ നമ്മുടെ ഫൈൻഡിങ്സിലാണ് നമുക്ക് ഈ MRI തെളിവ് വെച്ചാണ്, ശാസ്ത്രീയ പരിശോധന അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇത് ഇവിടെ വെച്ചാണ് നമ്മൾ കണ്ടെത്താൻ പറ്റിയത്. അതെ, മെഡിക്കൽ നെഗ്ലിജൻസ് ആണ്. 338 IPC പ്രകാരമുള്ള വകുപ്പുകളാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. മെഡിക്കൽ നെഗ്ലിജൻസ് ആണ് ചെയ്തത്. ഡോക്ടർമാരെ കേസിൽ പ്രതി ചേർത്തെങ്കിലും തുടർ നടപടികൾ തുടക്കത്തിലേ അവസാനിച്ചു. ആരോഗ്യമന്ത്രി പറഞ്ഞ വാക്ക് പാലിക്കണം. കാരണം ആരോഗ്യമന്ത്രി പറഞ്ഞത് ആരോഗ്യവകുപ്പിന് കീഴിലുള്ള അന്വേഷണങ്ങളെല്ലാം തള്ളി, അതിൽ വിശ്വാസമില്ല. പോലീസിൻ്റെ റിപ്പോർട്ടിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പോലീസിൻ്റെ പൂർണ്ണമായ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ നടപടി എടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 1 വർഷത്തോളമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം പോലീസ് അത് വ്യക്തമായി കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ ഒരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പോലീസ് അന്വേഷണ റിപ്പോർട്ട് വന്നയുടനെ എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ സർക്കാർ പൊടുന്നനെ 2 ലക്ഷം നഷ്ടപരിഹാരം പ്രഖ്യാപിച്ച് തടി തപ്പി. തുടർ സമരങ്ങളുമായി തെരുവിൽ നിറഞ്ഞ ഹർഷിനയ്ക്ക് പക്ഷേ ഇന്നും നീതി അകലെയാണ്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന സമരവും വാഗ്ദാന പെരുമഴയിൽ ഒതുങ്ങി. സർക്കാർ സംവിധാനത്തിലെ വീഴ്ചയിൽ മൗനിയായി ആരോഗ്യമന്ത്രി. 50 ലക്ഷം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതിയെ വരെ സമീപിക്കേണ്ടി വന്നു ഹർഷിനയ്ക്ക്. വർഷങ്ങൾ നീണ്ട ആരോഗ്യ പ്രശ്നങ്ങൾ 32കാരിയെ ശാരീരികമായും മാനസികമായും തളർത്തി. കത്രിക കുടുങ്ങിക്കിടന്നയിടത്ത് മാംസവളർച്ച വീണ്ടും ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. ചികിത്സാ ചെലവുകളും സമരമുറകളും ഹർഷിനയുടെ ജീവിത ചുറ്റുപാടുകളെ ബാധ്യതകളിലേക്ക് കൊണ്ടെത്തിച്ചു. ഈ മാസം 21-ന് വീണ്ടും ശസ്ത്രക്രിയയ്ക്ക് വിധേയയാകുന്ന ഹർഷിനയ്ക്ക് വേണ്ടി ധനസമാഹരണത്തിനായി സമരസമിതി ക്രൗഡ് ഫണ്ടിംഗ് നടത്തുകയാണിപ്പോൾ. ഹർഷിനയെ നിത്യരോഗിയാക്കി തളർത്തിയതിൽ സർക്കാർ സംവിധാനങ്ങൾക്കുള്ള പങ്ക് മറച്ചുവെക്കും. ചികിത്സയ്ക്കുള്ള ചെലവ് പോലും നൽകാൻ തയ്യാറാകാത്ത ആരോഗ്യവകുപ്പും കണ്ട ഭാവം നടിക്കുന്നില്ല. എന്തായാലും ആളുകൾ സഹായിക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തുകയാണ്. ഇനിയൊരു വലിയൊരു ചികിത്സാ ബാധ്യത നമുക്ക് താങ്ങാൻ കഴിയുന്ന അവസ്ഥയിലല്ല ഇപ്പൊ നിൽക്കുന്നത്. നീതി തേടി രോഗാകുലതകളിൽ ഹർഷിനയും ജീവിതം തിരികെ പിടിക്കാൻ ഭർത്താവ് അഷ്റഫും 3 കുഞ്ഞുമക്കളും പോരാട്ടം തുടരുകയാണ്. റിപ്പോർട്ടർ, കോഴിക്കോട്.